ഒരു പ്രാവശ്യം പൊറോട്ട ഉണ്ടാക്കി ശരിയാക്കിയെന്നില്ല ആത്മവിശ്വാസത്തോടെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതാ പൊറോട്ട ഉണ്ടാക്കുകയാണ്. ഇതൊരു ശനിയാഴ്ച വീഡിയോ ആണ്. അപ്പോൾ ഒരു 12 മണിയാകുമ്പോഴേക്കും ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം രാത്രിയാണ് കേട്ടോ പൊറോട്ട ഉണ്ടാക്കിയത്. ഇതാ പൊറോട്ട എന്നാണ് പറയുന്നത്, പൊറോട്ട കുഴക്കുന്ന വീഡിയോ എടുത്തിരുന്നത് ദേവുട്ടിയാണ്. ഇത് അമ്മേനെ രസമില്ലാന്നല്ലേ? അല്ല, ഞാൻ കമ്പ്യൂട്ടറിൽ സിനിമ കാണുന്ന കമ്പ്യൂട്ടറിൽ സിനിമ കാണുന്ന നോക്കാൻ പാടില്ല. അപ്പോൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ഇതാ ഞാൻ ഉണ്ടിയാക്കി വെച്ചിട്ടുണ്ട്. പൊറോട്ട ഓരോ ബോളാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല, ഞാൻ രാത്രിയാണ് ചുട്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴൊക്കെ ഞാൻ ഉണ്ടിയൊക്കെ ആക്കി ഓയിലൊക്കെ തേച്ച് അതിൻ്റെ മേലെ നനഞ്ഞ തുണിയൊക്കെ ഇട്ട് വെച്ചു. അതിനുശേഷം ഞാനും ദേവുട്ടി അവതരിപ്പിക്കുന്ന റീലാണ്. നിങ്ങൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരൊന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കുന്നില്ല, സൗണ്ട് കൊടുത്ത് എനിക്ക് കോപ്പിറൈറ്റ് വരും. അതിനുശേഷം ഇതാ ഇതേപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. വീശി അടിച്ച പൊറോട്ടയിൽ നിന്നല്ല, അതിന് നല്ല എക്സ്പീരിയൻസ് ഒക്കെ വേണം. അത്രയുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ മുറിച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ചോദിക്കേണ്ട എന്നോട്. കാരണം ഞാൻ യൂട്യൂബിൽ നമ്മുടെ ഷാൻജിയോ ചേട്ടനുണ്ടല്ലോ, അവരുടെ വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു തരും. ഞാൻ ഏത് സാധനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ചേട്ടൻ്റെ വീഡിയോ ആയിട്ടാണ് കാണാറ്. അടിപൊളി ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരും. അവർ പറയുന്ന പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും സാധനം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതും പൊറോട്ട ഉണ്ടാക്കിയതൊക്കെ ആ ചേട്ടൻ്റെ വീഡിയോ ആണ്. പക്ഷേ പൊറോട്ട ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് പാളിപ്പോയി. എന്നാലും രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടി. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ ദേവൂട്ടിയുണ്ട് പരത്തിയെടുക്കാൻ വേണ്ടി, ചുട്ടെടുക്കാനും എൻ്റെ കൂടെ. പാറു ഇതാ ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ദേവൂട്ടിയും കൂടി പൊറോട്ടയൊക്കെ ചുട്ടെടുത്തു. പിന്നെ എന്താ പറയണ്ടത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ. പൊന്തി വരാൻ ബേക്കിംഗ് സോഡയും ഇല്ല, മുട്ടിയും ഇല്ല. അവരുടെ റെസിപ്പിയിൽ അത് രണ്ടും ഇല്ല. നമ്മൾ രാവിലെ തന്നെ കുഴച്ച് വെച്ച് നല്ല, അവർ പറയുന്ന കറക്റ്റ് ഒരു 50 മിനിറ്റ്സാണ് അവർ കുഴക്കാൻ പറയുന്നത്. ആ ടൈമിൽ കറക്റ്റ് അവർ പറയുന്ന പോലെ കുഴച്ച് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പൊറോട്ടേൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇത് ദേവൂട്ടിയും ഞാനും കൂടെ പൊറോട്ടയൊക്കെ ചുട്ട് അടിച്ചെടുക്കുന്നുണ്ട്. കാണാൻ ഇത്തിരി ഷേപ്പ് കുറവാണെങ്കിലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഈ സാധനം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആൾക്കാർ ആ ചേട്ടൻ്റെ ചാനലിൽ, നമ്മുടെ ഷാൻജിയോ ചേട്ടൻ്റെ ചാനലിൽ കയറിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ റെസിപ്പി നോക്കി ഉണ്ടാക്കാൻ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല. ഞാനൊരു സുമാറ് കണക്കില്ല, നമ്മുടെ ആ ഒരു കണക്കിൽ ആ വീഡിയോ കണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. നമ്മൾ പൊറോട്ട കഴിക്കട്ടെ. ടാറ്റാ, ബൈ, സീ യു.